ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കയ്യിലൊക്കെ പണമുണ്ട്, പക്ഷേ അറിവോ ലോകപരിചയമോ അതൊരു പരിധി വരെ ശരിയാ. പിന്നെ ഇപ്പൊ എല്ലാരും ഓരോരോ തിരക്കിലല്ലേ. തിരക്കൊക്കെ ആർക്കാ ഇല്ലാത്തത്? 40 കൊല്ലം ബോംബെയിലും ഗൾഫിലും ഒക്കെ ജോലി ചെയ്ത ആളാ ഞാൻ. അതിനിടയിൽ വായിക്കാനും അറിയാനും വേണ്ടി സമയം കണ്ടെത്തിയിട്ടുള്ള ആളാ ഞാൻ. അല്ലേലും ജനാർദ്ദനൻ ചേട്ടൻ അത്ര അറിവുള്ള ആരാ ഈ നാട്ടിലുള്ള? അതുകൊണ്ട് തന്നെയല്ലേ ഈ ആലോചനയായിട്ട് ഞാൻ ആദ്യം ഇവിടെ തന്നെ വന്നത്. മോളെ വിളിക്കട്ടെ അമ്മാവാ? അതിന് ഇവർ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഞങ്ങൾ ഇച്ചിരി നേരം വർത്തമാനം പറഞ്ഞിരിക്കട്ടെ. എൻ്റെ പെങ്ങടെ കൊച്ചുമോൾ അതുകൊണ്ട് പറയല്ല. നിങ്ങൾ അവളോട് ലോകത്തുള്ള ഏത് കാര്യം വേണേലും ചോദിച്ചു, അവക്കതിന് മറുപടി ഉണ്ട്. അത് പിന്നെ അമ്മാവന്റെ വാസന കൊച്ചു പോക്ക് കിട്ടാതിരിക്കുവോ? പേരെന്നാ പറഞ്ഞേ? ജയകുമാർ. ജോലി? ഞാനൊരു പെയിന്ററാണ് അമ്മാവ. പെയിന്ററോ? ഈ ഭിത്തിയില് കുമായോൻ പെയിന്റും ഒക്കെ അടിക്കുന്നത്? 4 മഴ പെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കാം. താൻ എന്നാ പറക്കാറാണ്? എന്നെ വർത്താനം നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഈ വലിയ ലോകവിലുള്ള മനുഷ്യനാന്ന് പറഞ്ഞിട്ട് എന്ത് മണ്ടത്തരം പറയുന്നത്? അവൻ നല്ല ഒന്നാം തരം ഒരു ആർട്ടിസ്റ്റ് ആണെന്ന്. ആർട്ടിസ്റ്റോ? എന്ത് അവൻ തന്നെയല്ലേ പറഞ്ഞ പെയിന്ററാണ്? എൻ്റെ അമ്മാവ, ഈ പെയിന്റർ എന്ന് പറഞ്ഞാൽ ചൂരെ പെയിന്റ് അടിക്കുന്ന മാത്രമല്ല, ആർട്ടിസ്റ്റ് എന്നുകൂടി അർത്ഥമുണ്ട്. ഈ ഡാവിഞ്ചി, രാജ രവിവർമ്മയൊക്കെ ലോകപ്രസിദ്ധരായ പെയിന്റർമാരല്ലായിരുന്നോ? അബുദാബിയിൽ ഒരു പെയിന്റിങ്ങിന് 1 ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ചെറുക്കനായിരിക്കുന്നത്. ഇതാ പറഞ്ഞ് അല്പം ഞാൻ ആപത്തെന്ന്. നല്ലൊരു ബന്ധമാണ്. ഒരബദ്ധം പറ്റി. എന്നാ പിന്നെ ഞാൻ ജയകുമാറിനോട് മാപ്പ് പറയാം. ഇനി അതേ ഉള്ളു രക്ഷ. എന്നാ പിന്നെ കൊച്ചിനെ വിളിക്കാം. മോളെ, കൊച്ചിനെ വിളിക്കടി. ഇപ്പൊ വരും. എന്നാത്തിനാ ചെറുക്കാൻ പോയി.